സീനിയർ സിറ്റിസൺ ഐഡന്റിറ്റി കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? യാത്രാ ഇളവ്, ബാങ്കിൽ കൂടുതൽ പലിശ, ആശുപത്രിയിൽ മുൻഗണന എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചോ? എന്താണ് സീനിയർ സിറ്റിസൺ ഐഡന്റിറ്റി കാർഡ്? ആർക്കൊക്കെയാണ് നേടാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതിലൂടെ നേടാൻ സാധിക്കുന്നത്? എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഈ ഒരു വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുകയാണെങ്കിൽ ആ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് എന്താണ് സീനിയർ സിറ്റിസൺ കാർഡ് എന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ 60 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് ഔദ്യോഗികമായി തിരിച്ചറിയാൻ നൽകുന്ന ഒരു തിരിച്ചറിയൽ കാർഡാണ് സീനിയർ സിറ്റിസൺ കാർഡ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് പ്രായം തിരിച്ചറിയാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു കാർഡ് മാത്രമായിരിക്കും എന്നാണ്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം അതല്ല. ഈ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സർക്കാർ ആനുകൂല്യങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ആശുപത്രി സൗകര്യങ്ങൾ, ബാങ്കിംഗ് ഇളവുകൾ, യാത്രാ ഇളവുകൾ എന്നിങ്ങനെയുള്ള നിരവധി ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കും. കഷ്ടസമയങ്ങളിൽ സാമ്പത്തികമായ സഹായം നേടാനും സർക്കാർ ഓഫീസുകളിൽ പ്രത്യേക മുൻഗണന ലഭിക്കാനുമുള്ള ഒരു കാർഡാണ് സീനിയർ സിറ്റിസൺ ഐഡന്റിറ്റി കാർഡ്. ഇനി നമുക്ക് ഈ ഒരു കാർഡിലൂടെ ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഒന്ന് നോക്കാം. ആദ്യത്തെ ഒരു ബെനിഫിറ്റ് ആണ് ട്രാവൽ ബെനിഫിറ്റ്, അതായത് യാത്രാ ആനുകൂല്യങ്ങൾ. എന്തൊക്കെയാണ് ഇതിലൂടെ നേടാൻ സാധിക്കുന്നതെന്ന് നോക്കാം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഇളവുകൾ ലഭ്യമാണ്. നിബന്ധനകൾ അനുസരിച്ചാണ് ഈ ഒരു ഇളവുകൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോവർ ബെർത്ത് സീറ്റിൽ പ്രത്യേക മുൻഗണന ലഭിക്കും. നമുക്കറിയാം വയസ്സായവർക്ക് ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മുകളിൽ വലിഞ്ഞു കയറാനുള്ള ഒരു ആരോഗ്യമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരത്തിലൊരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലോവർ ബെർത്ത് ലഭിക്കാനുള്ള മുൻഗണന ലഭിക്കുകയും ചെയ്യും. ചില എയർലൈൻ കമ്പനികൾ അടിസ്ഥാന നിരക്കിൽ പ്രത്യേക ഇളവുകളും നൽകാറുണ്ട്. ഇപ്പോൾ നമ്മൾ സീനിയർ സിറ്റിസൺ കാർഡ് കയ്യിലുള്ളപ്പോഴുള്ള ട്രാവൽ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ബാങ്കിങ്ങിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കൂടുതൽ പലിശ നേടാൻ സാധിക്കും. ബാങ്കുകളിൽ പലരും FD ഇടാറുണ്ട്, സ്ഥിര നിക്ഷേപങ്ങൾ നടത്താറുണ്ട്. നിങ്ങളുടെ കയ്യിൽ സീനിയർ സിറ്റിസൺ കാർഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു മുതിർന്ന പൗരനാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശയേക്കാൾ കൂടുതൽ പലിശ നേടാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ആദായ നികുതി ഇളവ്. ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന നികുതി ഇളവ് ലഭ്യമാണ്. മൂന്നാമതായി നമ്മൾ നോക്കുന്ന പോയിന്റ് ആണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. നമുക്കറിയാം കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലൊരു കാർഡ് ഉണ്ടെങ്കിൽ ആളുകൾ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണെന്ന് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ആ ഒരു സീനിയർ സിറ്റിസണിന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി നേടാനും സഹായിക്കും. വാർദ്ധക്യ പെൻഷൻ ലഭിക്കാത്തവർക്ക് ഇതിലൂടെ ലഭിക്കാനും സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാർഡ് ഒരു പ്രൂഫായി നൽകി നമുക്ക് വാർദ്ധക്യ പെൻഷനും നേടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ട്രാവൽ ബെനിഫിറ്റ് അതുപോലെ തന്നെ ബാങ്കിംഗ് മേഖലയിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ മുൻഗണനയാണ് ഈ ഒരു കാർഡ് കയ്യിലുണ്ടെങ്കിൽ ലഭിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ പ്രത്യേക മുൻഗണന നേടാൻ സാധിക്കും. ചില സ്വകാര്യ ആശുപത്രികളിലും അതുപോലെ തന്നെ ലാബിൽ നിങ്ങൾ എന്തെങ്കിലും പരിശോധിക്കാൻ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇളവുകൾ നേടാൻ സാധിക്കും. സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇളവുകൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ്സ് നേടാനും സാധിക്കും. ഇനി നമുക്ക് നിയമപരവും ഭരണപരവുമായ മുൻഗണന എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം സർക്കാർ ഓഫീസുകളിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യമായി പോവുകയാണെങ്കിൽ പലരും നീണ്ട ക്യൂ നിന്നതിന് ശേഷമാണ് ആ ഒരു സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ സീനിയർ സിറ്റിസൺ ആയ ഒരാളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക മുൻഗണന ലഭിക്കുകയും നിങ്ങൾക്ക് അധിക നേരം ഈ ഒരു ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യവും വരികയില്ല. അതുപോലെ തന്നെ കോടതികളിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഉയർന്ന പൗരന്മാർക്ക്, അതായത് മുതിർന്ന പൗരന്മാരുടെ കേസുകൾ നേരത്തെ പരിഗണിക്കുകയും ചെയ്യും.
ഇനി നമുക്ക് ഈ ഒരു കാർഡ് നേടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് കേരള സീനിയർ സിറ്റിസൺ കാർഡ് ലഭിക്കാൻ ആദ്യത്തെ മാനദണ്ഡമാണ് നിങ്ങൾ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യുന്ന വ്യക്തിക്ക് 60 വയസ്സ് പൂർത്തിയായിരിക്കണം. അത് മാത്രമല്ല ഭിന്നശേഷിയുള്ള മുതിർന്ന പൗരന്മാർക്കും ഈ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആധാർ കാർഡ്, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റോ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ് തെളിയിക്കുന്ന ഒരു പ്രൂഫ് നൽകേണ്ടതുണ്ട്. റേഷൻ കാർഡ് അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നൽകേണ്ടതുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു കാർഡിന് വേണ്ടി ഓൺലൈനായും അതുപോലെ തന്നെ ഓഫ്ലൈനായും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആദ്യം നമുക്ക് ഓഫ്ലൈനായി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ താലൂക്ക് ഓഫീസുകൾ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല സാമൂഹ്യ നീതി വകുപ്പിന്റെ ഓഫീസുകളിൽ നിന്നും നിങ്ങൾക്ക് ഓഫ്ലൈനായി ഈ ഒരു പദ്ധതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഓൺലൈനായി ഈ ഒരു കാർഡിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള സർക്കാർ സേവനങ്ങൾക്കാനും മറക്കരുത്. ഇനി നമുക്ക് ഈ ഒരു കാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കാം. ഈ ഒരു കാർഡ് നിർബന്ധമായ ഒരു കാര്യമല്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നേടാനും സാധിക്കും. ഈ ഒരു കാർഡിന്റെ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ പ്രത്യേകമായി ഫീസ് ഒന്നും തന്നെ നൽകേണ്ടതില്ല. ഇൻ കേസ് സേവാ കേന്ദ്രങ്ങളിൽ ഒരു ചെറിയ സർവീസ് ചാർജ് അല്ലെങ്കിൽ ഒരു സർവീസ് ഫീസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇന്നാണ് ഈ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഏകദേശം 15-30 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്യുന്നു. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു കാർഡ് നഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനും സാധിക്കും. കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു കാർഡ് നമുക്ക് രാജ്യത്തുടനീളം നമ്മളുടെ പ്രായം തെളിയിക്കുന്ന ഒരു കാർഡായി ഉപയോഗിക്കാം. ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഇപ്പോൾ ആ ഒരു കുറെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സീനിയർ സിറ്റിസൺ ഐഡന്റിറ്റി കാർഡിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ആനുകൂല്യങ്ങൾ ആർക്കൊക്കെയാണ് നേടാൻ സാധിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും താഴെ മെൻഷൻ ചെയ്യൂ. നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ച് വിശദമായി ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോസും ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും കമന്റും ഞാൻ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാം. എല്ലാ വീഡിയോസും കണ്ട് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സും ഉണ്ട്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.